സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളുടെ തണലിലായിരുന്നു ഈ കലാപകാരികൾ വളർന്നത്. നമുക്ക് ആരോടും വിരോധമില്ല, RSSനോടല്ലാതെ ആരോടും വിരോധമില്ല. RSSനുള്ള വിരോധത്തിന്റെ ആഴമെന്ന് പറഞ്ഞാൽ ഒരാൾ RSSകാരനാണെന്ന് ബോധ്യം വന്നാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യമക്കളെ കൊന്നതിന്റെ രക്തക്കറയും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും കൊന്നൊടുക്കാൻ നിലപാട് സ്വീകരിച്ചതിന്റെ മലീമസമായ മനസ്സിന്റെയും ഉടമയെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹസ്തദാനം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. RSSകാരന് അത് ബോധ്യം വന്ന, അതാണ് വ്യക്തിപരമായ എന്റെ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടെന്നല്ല ഞാൻ പറയുകയാണ്. ബോധ്യം വന്നാൽ ഞാനത് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നെഹ്റു യുവകേന്ദ്ര ഡയറക്ടറായ സമയത്ത് കൊല്ലത്തൊരു പരിപാടിക്ക് വന്നു, ഒരു ഇഫ്താർ പരിപാടിക്ക്. ഞാനിവിടെ ഉണ്ട്. എന്നോട് അന്ന് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഒന്ന് സൗഹൃദം വന്നു. ഞാൻ പറഞ്ഞു, ആരോടാ സൗഹൃദം? RSSകാരോടെന്ത് സൗഹൃദം? ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം. RSS ആണ് അപകടമെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ പറഞ്ഞത് സഞ്ജീവ് ഭട്ട് ജയിലിൽ കിടക്കുക. എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ! എന്തായിരുന്നു കാരണം? ഗുജറാത്ത് കലാപത്തിൽ ഒരു നിലപാട് സത്യസന്ധമായി സ്വീകരിച്ചത് കൊണ്ടാ അദ്ദേഹം കാരാഗ്രഹത്തിൽപ്പെട്ടത്. ആ ഒരു നാടൻ ഭാഷയിൽ ആ ഈമാനൊന്ന് ആലോചിച്ചു നോക്കിയേ. അങ്ങനെയാണല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് എന്താ? മകള് പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്റെ അച്ഛന്റെ കാര്യത്തിൽ, എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഭരണഘടന നൽകുന്ന ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികമായ നിലപാട് സ്വീകരിച്ച് നീതിയോടൊപ്പം നിന്നു. ആ നീതിക്ക് പകരം കാരാഗ്രഹമാണ് കിട്ടിയതെങ്കിൽ അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ. സഞ്ജീവ് ഭട്ട്, നിങ്ങൾ അങ്ങനെ എത്രയോ ആളുകൾ നിലപാട് അതല്ലേ? അതിനെയല്ലേ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ മതനിരപേക്ഷതപരമായ നിലപാട് സംഘപരിവാറിനോട് അകലം പാലിക്കുന്നതാണ്. അത് NK പ്രേമേന്ദ്രൻ പറഞ്ഞ നിലപാടല്ല, സാദിഖ് അലി തങ്ങൾ പറയുന്ന നിലപാടല്ല, സാമ്പ്രദായിക പാർട്ടികൾ പറയുന്ന നിലപാടല്ല, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നിലപാടുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയമ്മ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് അരാജകത്വം ആഘോഷിക്കണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ ധാർമ്മികമായ സർവചിന്തകളെയും കർമ്മമാർഗങ്ങളെയും മലീമസപ്പെടുത്തുന്ന അപകടകരമായ പ്രത്യയശാസ്ത്രം എന്ന് മാത്രമല്ല, സവർണ സംഘപരിവാർ താല്പര്യം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ഒരു സംവിധാനവുമാണ് കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി ഗവൺമെന്റും.